ഹലോ, ഞാൻ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്യുന്നത്. മോളോട് ഞാൻ പറഞ്ഞിരുന്നില്ല ഇത് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണെന്ന് കേട്ടോ. അവൾക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളോടൊന്നും പറഞ്ഞിരുന്നില്ല. അതുപോലെ അവൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ഫുള്ള് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാ ബർത്ത്ഡേക്കും മോൾക്ക് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ബ്ലാക്ക് കഫ്താനാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് മോളോട് ഞാൻ പറഞ്ഞിരുന്നത്. 4 മണിയായപ്പോഴേക്കും മോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോഴേ എന്നോട് ആദ്യം ചോദിച്ചത് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, രാത്രി സ്റ്റിച്ച് ചെയ്യാം, ഇത് കുറച്ച് അർജൻറ്റാണ്, ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ക്ലൂ പോലും മോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ആൾ വന്നിട്ട് ഈ ഡ്രസ്സ് വെച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. വെച്ച് നോക്കിയിട്ട് ആളെന്നോട് ചോദിക്കുന്നുണ്ട് ഇത് കുഞ്ഞിയുടെ ഡ്രസ്സ് അല്ലേ എന്ന് കേട്ടോ. കുഞ്ഞി മീൻസ് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. രണ്ടുപേരുടെയും സൈസ് കറക്റ്റാണ്. അപ്പോൾ കുഞ്ഞിയുടെ ഡ്രസ്സ് അല്ലേന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു അതെ, കുഞ്ഞിയുടെ സ്കൂളിൽ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മോളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ അവൾ രാത്രി കിടന്നുറങ്ങിയത്. രാത്രി മോൾ ഉറങ്ങിയതിന് ശേഷം ഒരു 11:30 ആയപ്പോഴേക്കാണ് ബീഡ്സ് പഞ്ചാൻ കയറുന്നത് കേട്ടോ. ബീഡ്സ് പഞ്ചാൻ കയറിയപ്പോൾ മോൻ ഉറങ്ങാതെ എൻ്റെ കൂടെ കയറിയിരിക്കുകയാണ് കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പഞ്ചിങ് വിഷയത്തിലേക്ക് ഇടയ്ക്ക് ബീഡ്സൊക്കെ അവനാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഫുൾ ഞാൻ ഫിനിഷ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് രാവിലെ ഫോട്ടോസ് എടുക്കാനും ഡ്രസ്സിൻ്റെ ഫോട്ടോസ് എടുക്കാനും മോളുടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അവൾ ചോദിച്ചത് എൻ്റെ ഡ്രസ്സ് എവിടെയെന്നാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവളോട് പറഞ്ഞു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാം. സെയിം ഡേ ആണ് കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വരുമ്പോൾ ലേറ്റ് ആകും എന്ന് പറഞ്ഞിട്ട് അവൾ പറയാണ് ഡ്രസ്സ് എടുത്തിട്ട് ഇനി സ്കൂളിൽ പോകാൻ ഒന്നിനും ടൈം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ നിരാശയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മോള് വേഗം പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വാ, നമുക്ക് ഇപ്പോൾ തന്നെ പോയി ഡ്രസ്സ് എടുക്കാം, സ്കൂളിൽ കുറച്ച് ലേറ്റ് ആയാലും ഞാൻ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് നിർത്തി. അങ്ങനെ അവൾ കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് പാക്ക് ചെയ്തൊക്കെ മോളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ശരിക്കും അവൾ വണ്ടടിച്ച് ഇങ്ങനെ ആകെ അതായിട്ട് പോയിട്ടോ. കാരണം അവളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അവളിങ്ങനെ കവറിൽ നിന്ന് എടുത്തപ്പോഴേ തന്നെ ഇതെനിക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി ഡ്രസ്സ്. ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൾ സ്കൂളിൽ പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. യേശു, ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട് ചായ? അവളുടെ ഈ ഒരു ഫേസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം പിടിച്ചു നിന്നത്. അവളുടെ ആ ഒരു സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ഫേസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം പിടിച്ചു നിന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് നിരാശപ്പെടുത്തിയിരുന്നെങ്കിലും അവളുടെ സന്തോഷം, ആ ഒരു നിമിഷത്തിലുള്ള ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു കേട്ടോ. ഡ്രസ്സ് ഇട്ടിട്ടും അവളുടെ ആ ഒരു ഫീലിങ്സ് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അവളുടെ ഫേസിൽ സന്തോഷം കാണാൻ പറ്റുന്നുണ്ട്. അവൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണെന്ന് സ്കൂളിൽ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.